നമസ്കാരം. ട്രംപിനെ ഇരുമ്പഴിക്കുള്ളിലാക്കി ഇറാൻ പട. ഇറാൻ്റെ കാല് പിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് യാചിക്കുന്നു. ഗൾഫ് മേഖലയിലെ നിർണായകമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ആഗോള എണ്ണ വിപണിയെ ഇനിയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും നയതന്ത്ര പോരാട്ടങ്ങളും മുറുകുന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമാണെന്ന ട്രംപിൻ്റെ വിചിത്രമായിട്ടുള്ള അവകാശവാദത്തിന് ചുട്ട മറുപടിയുമായിട്ട് ഇറാനും രംഗത്തെത്തിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ സാധിക്കാത്ത അമേരിക്കയുടെ കഴിവുകേടും അത് സ്വന്തമാക്കുവാനുള്ള അവകാശവാദവും തമ്മിലുള്ള ദൂരമെന്ന് പറയപ്പെടുന്നത് വാഷിങ്ടണും ആ കടലിടുക്കും തമ്മിലുള്ള 7000 മൈൽ ദൂരത്തേക്കാൾ വലുതാണെന്ന് ഇറാൻ്റെ പുതിയ സുരക്ഷാ മേധാവിയായിട്ടുള്ള മൊഹ്സൻ റസായി പരിഹസിക്കുകയാണ്. പേർഷ്യയിലെ ഗൾഫിലെ പോസ്റ്റ് അമേരിക്കൻ ക്രമത്തിലേക്ക് സ്വാഗതമെന്ന് കുറിച്ച സുരക്ഷാ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ട്രോൾ ശൈലിയിലുള്ള ഒരു പ്രതികരണം വന്നു. ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന ക്യാപ്ഷനോടുകൂടി ലോകമാപ്പിൽ ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമായിട്ട് കാണിക്കുന്ന ചിത്രവും പങ്കുവച്ചുകൊണ്ടുള്ള ഒരു ട്രോൾ. ലോകത്തിൻ്റെ എണ്ണ വിതരണത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന ഈ ഹോർമൂസ് കടലിടുക്ക് പുതിയ US പ്രദേശം എന്ന് കാണിച്ച് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മാപ്പ് പങ്കുവച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് വീണ്ടും കൂടുതൽ ശക്തമായത്. ലോകത്തിലെ മൊത്തം എണ്ണയുടെ 1/5 കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാന പാത എന്ന് പറയപ്പെടുന്നത് യുദ്ധം ആരംഭിച്ചത് മുതൽ ഇറാൻ അടച്ചുപൂട്ടിക്കുകയായിരുന്നു. ഹോർമൂസ് അമേരിക്കയുടെ പുതിയ പ്രദേശമാണ് എന്ന് കഴിഞ്ഞ ആഴ്ച മുതൽ ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഈ വാദത്തെ തുടക്കം മുതലേ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഏകദേശം 5 മാസത്തിലധികം നീണ്ട യുദ്ധത്തിന് ശേഷം മേഖലയിൽ സംഘർഷാവസ്ഥ തുടരുന്നതിനിടയിൽ ട്രംപിൻ്റെ ഈ ഒരു പുതിയ അവകാശവാദം കൂടി വന്നിരിക്കുകയാണ്. അമേരിക്കൻ തുറമുഖങ്ങളിലെ ഉപരോധം അവസാനിപ്പിക്കുക, എണ്ണ ഉപരോധം പിൻവലിപ്പിക്കുക, മരവിപ്പിച്ച ആസ്തികൾ മോചിപ്പിക്കുക, യുദ്ധക്കെടുതിക്കുള്ള നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഹോർമൂസ് കടലിലേക്ക് തുറക്കില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളെ യാതൊരു വിലയും കൊടുക്കാതെ ഇറാൻ നേരിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും തങ്ങളുടെ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാൻ്റെ നിലപാടും ഗൾഫ് മേഖലയിൽ പുതിയൊരു സംഘർഷത്തിന് കളമൊരുക്കുകയാണ് എന്നാണ് പറയേണ്ടത്. ആഗോള എണ്ണ വിപണിയെ തന്നെ സാരമായിട്ട് ബാധിക്കുന്ന ഈ അന്താരാഷ്ട്ര പോര് വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ വഴിമാറുമെന്ന ആകാംക്ഷയിലാണ് ലോകം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശേഷി എന്ന് അല്ലെങ്കിൽ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്കെതിരെയും മറ്റൊരു പ്രബല സൈനിക ശക്തിക്കെതിരെയും ഒക്കെ ഇറാൻ വിജയകരമായിട്ടുള്ള പ്രതിരോധം തീർത്തുവെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി പറയുന്നത്. അപ്പോൾ ഒന്ന് അമേരിക്കയോട് മറ്റൊന്ന് ഇസ്രായേലിനോടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇറാൻ ദുർബലമാണ് എന്ന ആഗോള ധാരണയെ ഈ യുദ്ധം പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നു അല്ലെങ്കിൽ തകർത്തെറിയുന്നു. യുദ്ധാനന്തര കാലഘട്ടത്തിൽ ഇറാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിദേശ നയമായിരിക്കും സ്വീകരിക്കുക എന്നുകൂടി അദ്ദേഹം ഇറാനിയൻ സ്റ്റേറ്റ് TVക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ അമേരിക്ക ഇറാനോട് നിരുപാധികമായിട്ടുള്ള കീഴടങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് അത് ഭരണമാറ്റം, വിഭജനം, ആഭ്യന്തര കലാപം എന്നിങ്ങനെ പല ലക്ഷ്യങ്ങളിലേക്ക് മാറുകയായിരുന്നു. എന്നാൽ ഇറാനെ മുട്ടുകുത്തിക്കുവാൻ ഒരു പദ്ധതിക്കും കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുമായിട്ടുള്ള ധാരണാപത്രത്തിലെ 13 നിബന്ധനകൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്നും അമേരിക്ക ഇപ്പോൾ നിങ്ങളുടെ നിബന്ധനകൾ വഴങ്ങി ചർച്ചയ്ക്ക് കേഴുകയാണ് എന്നുകൂടി അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതേസമയം വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്ന ചർച്ചകളെ അട്ടിമറിക്കുവാൻ സയനിസ്റ്റ് ഭരണകൂടമായിട്ടുള്ള ഇസ്രായേൽ നിരന്തരം ശ്രമിക്കുന്നുണ്ട് എന്നും സമാധാനത്തിന് ഏറ്റവും വലിയ തടസ്സം അവരാണ് എന്നുകൂടി അരഗാച്ചി വ്യക്തമാക്കുകയാണ്. എന്നാൽ ഈ അമേരിക്ക എന്ന് പറയപ്പെടുന്ന തങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ തയ്യാറല്ല എന്നുകൂടി ഇറാൻ്റെ മുൻനിര ചർച്ചക്കാരനായിട്ടുള്ള മുഹമ്മദ് ബാഗർ ഖാലിബാഫ് വ്യക്തമാക്കുമ്പോൾ അമേരിക്കൻ സഖ്യസേന ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കുന്നതടക്കമുള്ള ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ല എന്ന നിലപാടിലേക്ക് ഇറാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ഇറാൻ്റെ മിലിറ്ററി കരുത്ത് തങ്ങളുടെ നയതന്ത്ര ചർച്ചകൾക്ക് കൂടുതൽ ശക്തി നൽകുന്നുണ്ട് എന്നും ഇനിയുള്ള ചർച്ചകൾ തങ്ങളുടെ നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കുമെന്നുമാണ് ഖാലിബാഫ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇനി അമേരിക്കൻ പ്രസിഡന്റ് മരുമകൻ ജാരഡ് കുഷ്ണർ ഇറാൻ ആണവായുധം നേടാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന കടുത്ത നിലപാട് ആവർത്തിക്കുമ്പോഴും തങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിൽ നിന്ന് പിന്മാറാൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോര് അത് നയതന്ത്ര പോരാട്ടങ്ങളും ഒപ്പം തന്നെ ഈ മുറുകുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ നിർണായകമായിട്ടുള്ള ഈ കടലിടുക്കിൻ്റെ നിയന്ത്രണവും ആഗോള എണ്ണ വിപണിയെ ഇനിയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് ഇതിൻ്റെ യാത്ര എന്ന് പറയുന്നത്.
അങ്ങനെ എല്ലാ അർത്ഥത്തിലും ട്രംപ് പെട്ടുപോയിരിക്കുന്നു. ട്രംപിനെ ഇരുമ്പഴിക്കുള്ളിലാക്കാൻ ഇറാൻ്റെ പട സജ്ജമാണ്. ഇറാൻ്റെ കാല് പിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് കണ്ണീരിലാകുന്നു അല്ലെങ്കിൽ യാചിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് ഇറാനോട് കാലിൽ വീണ് മാപ്പപേക്ഷിച്ചുകൊണ്ട് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ആ ഒരു വലിയ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ യുദ്ധത്തിൻ്റെ തീക്ഷ്ണത എന്ന് പറയപ്പെടുന്ന ഒരല്പം കൂടി കൂടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയിലേക്ക് എത്തുന്നതിന് മുൻപ് ട്രംപ് ഇരുമ്പഴിക്കുള്ളിലാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.